പങ്കാളിത്തം ഇതുവരെയും ഉറപ്പുവരുത്താത്തത് അല്പം നിരാശാജനകം തന്നെയാണ്. ഈ ബാക്കിലിരിക്കുന്നവരെല്ലാവരും എന്റെ പഞ്ചായത്തിലെ മെമ്പർമാരാണ്. എല്ലാം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരാണ്. പക്ഷെ സേനയിൽ അവര് കസ്തൂരി പ്രധാന കർഷകയാണ്, അവിടുത്തെ പ്രധാന കർഷകയാണ്. അംഗത്വത്തിന്റെ മാനദണ്ഡം എന്താണ്? അംഗത്വത്തിന്റെ മാനദണ്ഡം കർമ്മസേന ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ എടുക്കും. അതേസമയം യുവാക്കളെല്ലാം ചെയ്യുന്ന ജോലികള് സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. അധികവും മെക്കനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. അപ്പൊ കർമ്മസേനയിലെ സ്ത്രീകൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പാർട്ട് ഓഫ് സ്ത്രീകൾ ഓടിക്കുന്നുണ്ടല്ലോ, അതുപോലെയുള്ള സംവിധാനം മാത്രമേ ഇതിലുള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. കർമ്മസേനയുടെ ഒരു ഭാവി പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തി മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കി അതിൽ ഓരോ വീട്ടിലും ഇൻസിറ്റു വേസ്റ്റ് മാനേജ്മെന്റ് അതിലധികം വരുന്ന വളം ഏറ്റെടുത്ത് ബ്രാൻഡ് ചെയ്ത് കർഷകർക്ക് ഉപയുക്തമാക്കുക എന്നുള്ളത് അടുത്ത ഒരു ഭാവി പ്ലാനിലുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ലേഡീസിന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വർക്ക് എന്നുള്ള ഏരിയയിലേക്ക് അവരെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായും വളരെ സജീവമായ ഒരു ചർച്ച തന്നെയായിരുന്നു ഇവിടെ നടന്നത്. മാർക്സ് അറിയുന്നതിന് മുന്നേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഫുൾ മാർക്സ് നമ്മുടെ ജഡ്ജസ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയാം. കണ്ണൻ സർ 15-ൽ 13, 15-ൽ 13, 10-ൽ 8.5, 10-ൽ 8, 10-ൽ 9. അപ്പോൾ കുടപ്പനക്കുന്നിന് ടോട്ടൽ മാർക്സ് കിട്ടിയിരിക്കുന്നത് 60-ൽ 51.5 മാർക്സാണ് കിട്ടിയിരിക്കുന്നത്. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ മാർക്സാണ് കുടപ്പനക്കുന്ന് ഇവിടെ സ്കോർ ചെയ്തിരിക്കുന്നത്. ഒട്ടേറെ ചിരിക്കുന്ന മുഖങ്ങൾ എനിക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കും. തീർച്ചയായും പ്രേക്ഷകരായ നിങ്ങളുടെ സപ്പോർട്ടും കുടപ്പനക്കുന്നിന് ആവശ്യമാണ്. കുടപ്പനക്കുന്നിനായി SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KDPK സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ്. ഇത് അയക്കേണ്ട നമ്പർ 537252. കേരളത്തിലെ പഞ്ചായത്തുകൾ വായിച്ചാലും തീരാത്ത പുസ്തകങ്ങളാണ്. ഓരോ പഞ്ചായത്തും തുറന്നു വയ്ക്കുന്നത് വേറിട്ട അനുഭവങ്ങളുടെ ഒരു ലോകം തന്നെയാണ്. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഒരു താളുകൂടി നാം വായിച്ചു പൂർത്തിയാക്കിയിരിക്കുന്നു. മറ്റൊരു ഗ്രാമത്തിന്റെ വേറിട്ടൊരു കഥയുമായി നാളെ വീണ്ടും ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം. തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.